ഹായ് ഡീസ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് എൻ്റെ കയ്യിൽ കിട്ടിയത് ഇതുപോലൊരു കുടുക്കയാണ് കേട്ടോ. ഇതിന് കുടുക്ക, കലശ കുടുക്ക എന്നൊക്കെ നമ്മൾ പറയും. ഇതിന് മറ്റെന്തെങ്കിലും പേരൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ബേസ് കോട്ട് ഇതുപോലെ നമ്മൾ റെഡ് കളറാണ് അടിച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് ചൂസ് ചെയ്യാം. ഞാനിവിടെ റെഡ് കൊടുക്കാനുള്ള കാരണം കുറച്ചും കൂടി അട്രാക്റ്റീവ് ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ക്രിയേറ്റീവ് ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള വീഡിയോസിനൊക്കെ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കല്ലേ. അപ്പോൾ ഇതുപോലെ കംപ്ലീറ്റ് നമ്മൾ റെഡ് കളർ അടിച്ചിട്ട് ഒന്ന് ഓണാക്കി എടുക്കുന്നുണ്ട്. ഇതൊരു മണ്ണിൻ്റെ കുടുക്കയായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമ്മൾ ചെയ്യുന്ന പെയിൻറ്റൊക്കെ നല്ല ഡ്രൈ ആയി കിട്ടുന്നുണ്ട് കേട്ടോ. ഒരു 2 കോട്ടൊക്കെ അടിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ല ഫിനിഷിങ്ങും നല്ല നീറ്റും കിട്ടും. അപ്പോൾ ഞാനിവിടെ നല്ലൊരു കോട്ട്, അതായത് ഒരുപാട് വെള്ളം ചേർക്കാത്ത നല്ലൊരു കോട്ട്, ഒറ്റൊരു കോട്ട് മാത്രമേ കൊടുത്തത് കേട്ടോ. അപ്പോൾ കംപ്ലീറ്റ് അടിച്ചിട്ട് ഉള്ളിൽ ഭാഗത്ത് വിസിബിൾ ആവുന്ന ആ ഏരിയ വരെ കവർ ചെയ്യുന്ന രീതിയിൽ കംപ്ലീറ്റ് അടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലുള്ള കുടുക്കയും കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് എല്ലാ വീട്ടിലും ഉള്ളതാണ്. കുറച്ചും കൂടി വലിയ സൈസിലൊക്കെ ആയിരിക്കും പിന്നീട് കൂടുതൽ കണ്ടിട്ടുണ്ടാവുക. എന്നാൽ കുഞ്ഞു കുഞ്ഞു കുടുക്കയൊക്കെ പണ്ട് കലശ കുടുക്ക എന്നൊക്കെ പറഞ്ഞു, പണ്ട് കലശമൊക്കെ വെക്കുന്ന സമയത്ത് ഈ ഒരു ഹിന്ദു റിലീജിയൻ പ്രകാരം അമ്പലങ്ങളിൽ അതുപോലെ തന്നെ ചില പൂജാ കാര്യങ്ങളിലൊക്കെ യൂസ് ചെയ്യുന്ന ടൈപ്പ് ഒരു കുടുക്കയാണ് കേട്ടോ ഇത്. അപ്പോൾ ഒരുപാട് ഇങ്ങനെ കയ്യിൽ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ കുറച്ചധികം എൻ്റെ കയ്യിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതുപോലൊരു പേപ്പർ എടുക്കുക, നല്ല രീതിയിൽ റോൾ ചെയ്തതിന് ശേഷം നമ്മൾ വൂളൻ ത്രെഡ് ചുറ്റി എടുത്തിട്ടുണ്ട്. അപ്പോൾ കോമ്പിനേഷൻ കളേഴ്സ് ചൂസ് ചെയ്തിട്ട് വേണം ഇതുപോലെയൊക്കെ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ നമ്മളൊരു പോയിൻറ്റഡ് ബ്രഷ് എടുത്തതിന് ശേഷം യെല്ലോ കളർ ഇതുപോലെ ഒന്ന് നല്ല ലൈനിൽ കിട്ടുന്ന രീതിയിലൊന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല രീതിയിലുള്ള ഒരു പെയിൻറ്റിംഗ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള റിസൾട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അത് ഭയങ്കര രസമുള്ള രീതിയിൽ നമുക്ക് റൂമിലായാലും അതുപോലെ തന്നെ ലിവിങ് ഏരിയയിലായിക്കോട്ടെ, ഡൈനിങ് റൂമിലായിക്കോട്ടെ, അങ്ങനെ നമ്മൾക്ക് ഏറ്റവും കൂടുതൽ നമ്മളെ ആൾക്കാരെ അട്രാക്ട് ചെയ്യാൻ പറ്റുന്ന ഏരിയ ഏതാണോ അവിടെ വെച്ചിട്ട് നമുക്കിത് നല്ല രീതിയിൽ ഡെക്കോറായിട്ട് യൂസ് ചെയ്യാം. അങ്ങനെ ഇതുപോലെ 2 ലൈൻസ് ഇട്ടതിന് ശേഷം കംപ്ലീറ്റ് അതിൻ്റെ ഉള്ളിൽ യെല്ലോ കളർ അടിച്ച് നമ്മളൊന്ന് നല്ല നീറ്റാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ കോമ്പിനേഷൻ കളേഴ്സ് തന്നെ ചൂസ് ചെയ്യാൻ വേണ്ടി നോക്കണം. റെഡ് കളർ ആകുമ്പോൾ ഒത്തിരി കളേഴ്സ് നമുക്ക് കോമ്പിനേഷനായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള കളർ ഏതാണോ അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് ഔട്ട്ലൈൻ ആയിട്ട് ബ്ലാക്കും കൂടി അടിക്കുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ടൈപ്പ് ഡെക്കോർ നമുക്ക് കൂടുതൽ കാണാൻ സാധിക്കുന്നത് നമ്മൾ പറശ്ശിനിക്കടവിലൊക്കെ ആൾക്കാർ വന്നിട്ടുണ്ടോ? എൻ്റെ കൂട്ടുകാർ വീഡിയോസൊക്കെ കാണുന്ന കൂട്ടുകാർ പറശ്ശിനിക്കടവ് ഇതുപോലെ അമ്പലങ്ങളിലൊക്കെ പോകുന്നവരാണോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതുപോലെ ചന്തകളിൽ അല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ വഴിയരികിലെ ഷോപ്പൊക്കെ ഉണ്ടാവുമല്ലോ, ആ ഒരു ഷോപ്പിലൊക്കെ നല്ല ഡെക്കോറായിട്ട് കുഞ്ഞു കുഞ്ഞ് ഇതുപോലുള്ള കുടുക്കളും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടോ. പണ്ട് ഞാൻ ഒരുപാട് നല്ല റേറ്റും കൂടിയാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ചോദിച്ച സമയത്ത് കുഞ്ഞു കുടുക്ക, നമ്മൾ വെണ്ണയൊക്കെ കട്ട് തിന്ന് കണ്ണൻ്റെയൊക്കെ പോലത്തെ കുടുക്കൊക്കെ ഏകദേശം 300 രൂപ സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത്രയും നമുക്ക് കൊടുക്കാനില്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഇതുപോലെ കുടുക്കയിൽ നമുക്ക് നല്ല നീറ്റായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഡിസൈനും കാര്യങ്ങളൊക്കെ നമുക്ക് സ്വന്തമായിട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഗ്ലൂ ഗൺ സ്റ്റിക്കിലാണ് നമ്മൾ ഇതുപോലെ പൊട്ട് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നല്ല നീറ്റായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന എന്ത് ടൂൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഗ്ലൂ ഗൺ സ്റ്റിക്ക് തന്നെ യൂസ് ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. പെന്നിൻ്റെ ബാക്ക് സൈഡ്, ടോപ്പ് വശം, അതുപോലെ തന്നെ സ്ട്രോ അല്ലെങ്കിൽ ബഡ്സ് ഒക്കെ നിങ്ങൾക്ക് ഇതുപോലത്തെ കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഗ്യാപ്പിട്ട് ഇതുപോലെ നമ്മൾ ചെയ്തെടുത്തതിന് ശേഷം 2 ത്രികോണം പോലെ വരച്ചതിന് ശേഷം അതിന് കൈയും കാലും കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ മനസ്സിലായി ഒരു ട്രൈബൽ വർക്ക് എന്നോ ഇതിനെന്താ പറയുക, അങ്ങനത്തെ രീതി കൈൻഡ് ഓഫ് ഒരു പിക്ചറാണിത്. ഒരു ട്രഡീഷണൽ ഒരു പിക്ചറാണ്. ഒരുപാട് ആൾക്കാർ ചെയ്യുന്ന ഒരു വർക്കാണ്. ട്രൈബൽ ഡാൻസിങ് പെയിൻറ്റിങ് അല്ലെങ്കിൽ വാർലി പെയിൻറ്റിങ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഗൂഗിൾ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ കുറേ ഇമേജസ് കാണാൻ വേണ്ടി പറ്റും. ഞാനിവിടെ എല്ലാം ഒരുപോലത്തെ രീതിയിൽ വരുന്ന രീതിയിലാട്ടോ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഓരോ പിക്ചർ ഓരോ രീതിയിൽ വരുന്ന രീതിയിൽ കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നമ്മൾ ക്രോസ് ആയിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു ചിത്രം വരച്ചെടുക്കാം കേട്ടോ. 2 രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ഈക്വലായിട്ട് 2 ലൈൻസ് താഴെ വരച്ചെടുക്കുക. അതൊന്ന് ജോയിൻ ചെയ്യുന്ന രീതിയിൽ ക്രോസ് ആയിട്ട് ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുത്താലും മതി. അപ്പോൾ പെട്ടെന്ന് വരച്ചെടുക്കാൻ വേണ്ടി പറ്റും. നമ്മൾ നേരത്തെ ചെയ്തതിനേക്കാളും പെട്ടെന്നുള്ളൊരു ടെക്നിക്കാട്ടോ ഈ ഒരു രീതിയിൽ ചെയ്യുന്നത്. അപ്പോൾ എല്ലാ അളവും കാര്യങ്ങളൊക്കെ സെയിം ആയിരിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം നോക്കണം. ചെരിവ് വരാതെ, അതായത് അകന്ന് പോവാതൊക്കെ ഇരിക്കാൻ മാക്സിമം നോക്കണം. അങ്ങനെ ഇതുപോലെ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി മിഡിലായിട്ട് ഇതുപോലെ ജോയിൻ ചെയ്യുന്ന രീതിയിൽ കൈ പിടിച്ച് നിൽക്കുന്ന രീതിയിലുള്ള ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ കുഞ്ഞു ലൈൻസും കൂടി നമ്മൾ വരച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതും കൂടി ആകുമ്പോൾ എല്ലാവരും കൂടി കൈകോർത്തിരിക്കുന്ന പോലെ തന്നെ ചുറ്റിലും വട്ടത്തിൽ നിൽക്കുന്ന പോലത്തെ ഒരു ലുക്ക് നമുക്ക് കിട്ടും. അങ്ങനെ മാക്സിമം ഗ്യാപ്പ് നല്ല നീറ്റായിട്ട് ഫില്ല് ചെയ്യുന്ന രീതിയിൽ നമ്മൾ ചെയ്ത് കൊടുക്കണം. പിന്നെ ഇതുപോലെ നമ്മൾ ചെയ്ത് കൊടുക്കുമ്പം ബ്രഷ് നല്ല ഫ്ലുവൻ്റ് ആയിട്ട് നല്ല സ്മൂത്തായിട്ട് പോകാൻ വേണ്ടിയിട്ട് കുറച്ച് ഒരു 1-2 ഡ്രോപ്സ് വെള്ളം ചേർക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഒത്തിരി ചേർക്കരുത്. ബേസ് നല്ല രീതിയിൽ ഉണങ്ങിയതിന് ശേഷം മാത്രം ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതുപോലെ നമ്മളെല്ലാം കൈയും കാലും ഒക്കെ വരച്ച് കൊടുത്തിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടില്ലേ? ആ ഒരു റെഡ് കളർ ആയതുകൊണ്ട് തന്നെ യെല്ലോ ബേസിൽ ബ്ലാക്ക് വന്നത് നല്ല അട്രാക്റ്റീവ് ആയിട്ട് ഇരിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചൂസ് ചെയ്യുന്ന കളേഴ്സ് എപ്പോഴും നല്ല മാച്ചിങ് ആയിട്ട് വരുന്നതായിരിക്കണം. അങ്ങനെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയും കുറേ കലാപരിപാടികളുണ്ട് കേട്ടോ. ഞാനിവിടെ വൈറ്റ് വെച്ചിട്ടും കൂടി ഒന്ന് അട്രാക്റ്റീവ് ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു റെഡിലേക്ക് വൈറ്റും കൂടി വന്നപ്പോൾ ഒന്നും കൂടി അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങൾക്ക് എന്ത് ഡിസൈൻ കൊടുക്കണം, ഇങ്ങനെയൊക്കെ വേണോ വേണ്ടിയോ, അല്ലെങ്കിൽ സിമ്പിളാക്കിയാൽ മതിയോ, അല്ലെങ്കിൽ മിഡിലായിട്ട് ആ ഒരു
ആൾക്കാർ ഡാൻസിങ് ആ ഒരു പിക്ചർ മാത്രം മതിയോ എന്നുള്ളതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷേ ഈ ഒരു വൈറ്റ് കോമ്പിനേഷനും കൂടി വന്നത് ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അട്രാക്റ്റീവ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കളർ കോമ്പിനേഷൻസ് ഒക്കെ ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. താഴെയും ഞാൻ അതുപോലെ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പെയിൻറ്റിങ് ചെയ്യുന്ന കൂട്ടത്തിൽ നമ്മൾ പെയിൻറ്റിന് ഒട്ടും പിശുക്ക് കാണിക്കരുത് കേട്ടോ. മാക്സിമം എത്രയാണോ വേണ്ടത് ആ ഒരു എമൗണ്ട് പെയിൻറ്റ് നമ്മൾ എന്തായിട്ട് യൂസ് ചെയ്യുക. കുറേ വെള്ളം ചേർത്തിട്ട് അത്ര വൃത്തികേടാക്കരുത്. കുറച്ച് കട്ടിയിൽ തന്നെ പെയിൻറ്റ് യൂസ് ചെയ്യാൻ വേണ്ടി നോക്കണം കേട്ടോ. അങ്ങനെ എല്ലാ സ്ഥലത്തും നമ്മൾ വൈറ്റ് കൊടുത്തു. ഇനി ബ്രഷ് വെച്ചിട്ട് ഇതുപോലെ കുനാന്നൊരു കുഞ്ഞ് ഡിസൈനും കൂടെ കൊടുത്തിട്ടുണ്ട്. ഒരു സൂര്യനൊക്കെ ഉദിച്ച് നിൽക്കുന്ന ആ ഒരു ലുക്കിൽ. അപ്പോൾ അതും നല്ല പോയിൻറ്റഡ് ആയിട്ടുള്ള ബ്രഷ് കൊണ്ടാണ് ചെയ്ത് കൊടുക്കുന്നത്. നീറ്റായിട്ട് ചെയ്തെടുക്കാൻ വേണ്ടി നോക്കണം. ഇങ്ങനത്തെ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ വെപ്രാളം തിരക്ക് അങ്ങനത്തെ സംഭവം ഒന്നും പാടില്ല കേട്ടോ. നമുക്ക് എത്രത്തോളം സമയം ഉണ്ടോ ആ ഒരു സമയത്ത് മാത്രം ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ടൈം സ്പെൻഡ് ചെയ്യുക. അങ്ങനെ എല്ലാം നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. താഴെയും ഒരു ചെറിയ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ലീഫൊക്കെ പോലത്തെ നമ്മൾ ട്രഡീഷണൽ സാരി അല്ലെങ്കിൽ നമ്മൾ നോർമൽ നമ്മൾ പ്രായമായിട്ടുള്ള ആൾക്കാരൊക്കെ ബോയിൽ സാരി അതായത് കോട്ടൺ സാരിയൊക്കെ യൂസ് ചെയ്യാറില്ലേ, ഇതുപോലത്തെ ഡിസൈനൊക്കെ കോമൺ ആയിട്ട് വരാറുണ്ട് കേട്ടോ. ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ട് എൻ്റെ വല്യമ്മേൻ്റെ ഒക്കെ സാരി കാണുമ്പോൾ. അപ്പോൾ അതുപോലെ നല്ല അടിപൊളി ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. മിഡിലായിട്ട് പിന്നെയും നമ്മൾ പെയിൻറ്റ് ബ്രഷിൻ്റെ ബാക്ക് സൈഡ് വെച്ചിട്ട് കുറേ കുഞ്ഞു കുഞ്ഞു പൊട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ അഡീഷണൽ ആണ്, വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി, ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്താൽ മതി. അപ്പോൾ അതൊക്കെ നമ്മൾ ചെയ്തിട്ട് ഉണക്കാൻ വേണ്ടി മാറ്റി വെച്ചു. ബേസ് ആയിട്ട് ഇതുപോലെ നമ്മൾ റൗണ്ട് നേരത്തെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് വൂളൻ ത്രെഡ് ഇതുപോലെ നമ്മൾ കുഞ്ചലം പോലെ ആ ഒരു ചെണ്ട് പോലത്തെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ചുറ്റിയെടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ കെട്ടി സെറ്റാക്കിയതിന് ശേഷം കട്ട് ചെയ്യുമ്പോൾ നല്ല രീതിയിലുള്ള ചെണ്ട് റെഡിയായി കിട്ടും. അപ്പോൾ കളർ കോമ്പിനേഷൻസ് നോക്കിയിട്ട് തന്നെ ഈ ഒരു ത്രെഡും ചൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ഞാൻ റെഡ് കളറാണ് കോമൺ ആയിട്ട് എടുത്തിട്ടുള്ളത്. അതെന്നെ മാച്ച് ആക്കി കിട്ടാൻ വേണ്ടിയിട്ട് വൂളൻ ത്രെഡ് റെഡ് തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ക്രോസ് ചെയ്തിട്ട് ഇതുപോലെയൊക്കെ നമ്മൾ കെട്ടി സെറ്റ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ആ ഒരു കുടം ആ ഒരു കലശക്കുടുക്ക ഞാൻ ഇതിലേക്കാണ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഒന്ന് സെക്യൂർ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെയൊക്കെ കൊടുത്തിട്ടൊന്ന് നീറ്റാക്കി എടുത്തത് കേട്ടോ. എൻ്റെ പഴയൊരു ചുരിദാറിൽ ഞാൻ ഇളക്കി മാറ്റിയിട്ടുണ്ടായതാണ് ഇതുപോലത്തെ ഒരു ഐറ്റം. പിന്നെ ഒരു ഡെക്കോർന്ന് കിട്ടിയിട്ടുള്ളതാണ് ഇത്രയും വലിയൊരു ബീഡ്സ്. അപ്പോൾ ഇതുപോലെ നമ്മളൊന്ന് സെക്യൂർ ചെയ്തതിന് ശേഷം നല്ല കട്ടിയുള്ളൊരു ത്രെഡ് വെച്ചിട്ട് എല്ലാം ഒന്ന് ജോയിൻ ചെയ്ത് ഒന്ന് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ രണ്ടെണ്ണം കൂടി ഒരുമിച്ച് ഇതുപോലെ നമ്മളൊന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ആ ഒരു നല്ല കിലുക്ക് സൗണ്ട് വരുന്ന ഒരു ഐറ്റം കേട്ടോ ആ ഒരു സംഭവം. അപ്പോൾ അതാണ് നമ്മൾ മിഡിലായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. നല്ല സൗണ്ടുള്ളൊരു സാധനമാണ്. അതും കൂടി ഇങ്ങനെ തൂങ്ങി നിൽക്കുമ്പോൾ നമ്മളിങ്ങനെ മുട്ടുന്ന സ്ഥലത്തൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ കൈ എത്തിയിട്ട് തൊടാൻ പറ്റുന്ന സ്ഥലത്തൊക്കെയാണ് നമ്മളിത് സെറ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്കിതുപോലെ നല്ല സൗണ്ടൊക്കെ കിട്ടുന്ന രീതിയിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തൊട്ടൊക്കെ കൊടുക്കാം. കാരണം ആ ഒരു നമ്മൾ തൂക്കിയിട്ടിട്ടുള്ള ആ ഒരു സംഭവം നല്ല കിലുക്കുള്ള സംഭവമാണ് കേട്ടോ. ഇനി നമ്മളിതാ ഡ്രസ്സിനൊക്കെ ലേസായിട്ട് കൊടുക്കുന്ന ആ ഒരു ഐറ്റം വെച്ചിട്ട് ഇതുപോലെ നമ്മൾ ആ ഒരു ചട്ടിയുടെ ആ ഒരു കലത്തിൻ്റെ മുകൾ വശം കൂടി ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി തൂക്കിയിടാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ വൂളൻ ത്രെഡ് തന്നെ വെച്ചിട്ട് ഒന്ന് കെട്ടിക്കൊടുക്കുന്നുണ്ട്. നല്ല ടൈറ്റായിട്ട് കെട്ടണം. പിന്നെ നല്ല കട്ടിയുള്ള ഉറപ്പുള്ള ത്രെഡ് തന്നെ യൂസ് ചെയ്യാൻ വേണ്ടി നോക്കണം. അല്ലെങ്കിൽ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ തൂക്കിയിടുമ്പോൾ പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. എനിക്ക് എന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതൊരു ആൾക്കാരൊക്കെ കാണുന്ന ഏരിയയിൽ അല്ലെങ്കിൽ എൻട്രൻസിൽ അല്ലെങ്കിൽ നമുക്ക് പുറത്തൊക്കെ സൈഡിൽ നമ്മൾ സൺസൈഡൊക്കെ വരുന്ന ഭാഗത്ത് ഹുക്കൊക്കെ ഉണ്ടാവില്ലേ, അതിലൊക്കെ തൂക്കിയിടാം. പിന്നെ ചെറിയ എന്തെങ്കിലും പ്ലാന്റ്സ് ഒക്കെ വെക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. അപ്പോൾ ഈ ഒരു വർക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലെന്ന് കമൻറ്റ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ഇതുപോലുള്ള വർക്കിനൊക്കെ വേണ്ടിയിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. പിന്നെ ഇതുപോലുള്ള ക്രിയേറ്റീവായിട്ടുള്ള ആർട്ട് വർക്കോ ക്രാഫ്റ്റ് വർക്ക് ചെയ്യുന്ന കൂട്ടുകാർ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ചാനൽ സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കല്ലേ. മറ്റൊരു നല്ല വീഡിയോ കാണുന്നവരെല്ലാം സേഫ് ആയിരിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു.